എടാ ഷിൻചാന്, നിനക്കുള്ള പണി ഇതാടാ. പിടിച്ചോടാ മോനെ. കുറെ നാളെ ഇവന്മാരെ കൊണ്ട് ഞാനെന്താണ് ഇങ്ങനെ. എടാ ഷിൻചാനെ, മരിക്കല്ല ഷിൻചാനെ. എടാ ഷിൻചാനെ, മരിക്കല്ല ഷിൻചാനെ. എടാ ഷിൻചാനെ, എടാ ബസ്സുകളൊന്നും വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും ലിഫ്റ്റ് ആയിട്ട് എടുത്താൽ പോവാം. എന്തായാലും നേരെ നമുക്ക് എന്താക്കാം, നേരെ നമ്മളെ സ്കൂളിലേക്ക് വിടാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക നമ്മളെ ഷിൻചാന് വേണ്ടി. അപ്പോൾ നമ്മളിതാ നേരെ സ്കൂളിലേക്ക് പോവാണേ. എല്ലാവരും ലൈക്ക് ചെയ്യേ. അങ്ങനെ നമ്മൾ ഈ സ്കൂളിലെത്തി. ഒറ്റ മനുഷ്യനെ പോലും കാണാത്ത. എന്തായാലും നമുക്ക് സെക്യൂരിറ്റി അണ്ണനോട് ചോദിച്ചേക്കാം. സെക്യൂരിറ്റി അണ്ണ, ഇവിടുത്തെ സ്കൂളിൽ മനുഷ്യനെ കാണാത്ത. എടാ മോനെ, നിനക്ക് മനസ്സിലായില്ലേ? ഇന്ന് യെല്ലോ അലേർട്ടാടാ. ഇന്ന് സ്കൂളില്ലേ. ഇനി എന്താ ടി വിയും ഇതൊന്നും ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പൊന്നും നോക്കണില്ലേ? സെക്യൂരിറ്റി അണ്ണ, ഞാൻ പഠിപ്പില്ല. ഞാൻ വാട്സപ്പ് ടി വി ഒന്നും നോക്കണില്ല. ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വരടാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തായാലും ഇനി സ്കൂളിൽ വീട്ടിൽ പോയിക്കോ. സെക്യൂരിറ്റി അണ്ണ, ഞാൻ പോയിക്കോളും. എന്നാ ശരി. ടീച്ചർ ആരുമില്ല മോനെ. എന്തായാലും നീ അങ്ങോട്ടേക്ക് പോയിക്കോ. ശരി ശരി സെക്യൂരിറ്റി അണ്ണ. എന്തായാലും നമുക്ക് എന്താക്കാം, നേരെ സ്കൂളിൽ വീട്ടോട്ടേക്ക് പോവാം. ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാനാ പറഞ്ഞേ. എന്തായാലും ബസ് സ്റ്റാൻഡിൽ പോയിക്കാം. ഇവിടെ നിന്ന് ബസ് കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് പോയോ. ഇതല്ല ബസ് സ്റ്റോപ്പ്. ഈ ഭാഗത്താണ് നമുക്ക് ബസ് സ്റ്റോപ്പുള്ള. ഈ ഭാഗത്താണ് നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, ഇവിടെ ആരില്ലേ? ഓക്കെ സെറ്റ്. എടാ ഷിൻചാനെ, നിനക്കുള്ള പണി ഞാൻ ഇതവിടെ തരുന്നാടാ. ഞാൻ കുറേ നാളത്തെ ആഗ്രഹമാണ് നിന്നെ തീർക്കണം. നിന്നെയും നിൻ്റെ ഫ്രാങ്ക്ലിനാണ് തീർക്കും. ഇതെന്താ ഒരു ബസ്? ഒറ്റൊരു ബസ് വരെ പോകുന്നില്ല. വണ്ടികളൊന്നും അതിൽ കൂടെ പോകുന്നില്ല. എന്തായാലും എന്താ അതാരാ ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ ഫാൻസിക്കും. എടാ ഷിൻചാനെ, നിനക്കുള്ള പണി കാണിച്ചു തരാടാ. എടാ ഷിൻചാനെ, എടാ എൻ്റെ വണ്ടി കയറടാ. വണ്ടി എടുത്തിട്ട് ഞാൻ ഇടിക്കണം. വണ്ടി കയറി. എടാ ഞാൻ നിന്നെ കൊല്ലാൻ വരുവാടാ. അയ്യോ, ഞാൻ വീണല്ല. എന്താടാ, അവനൊന്നും കണ്ടില്ല എന്നാ തോന്നുന്നത്. എന്തായാലും വണ്ടി എടുക്കണം ബാബ. വണ്ടി എടുക്കുക. എന്തോ എനിക്ക് പറ്റിയെങ്കിൽ എന്തെങ്കിലും ആവട്ടെ. എൻ്റെ വണ്ടി എടുക്കുക. എൻ്റെ ബോണറ്റും എല്ലാം പോയല്ല. എൻ്റെ വണ്ടീനെ നശിപ്പോയി. എന്തെങ്കിലും ആവട്ടെ. നേരെ അവനെ ഇടിച്ച് കയറ്റടാ. എടാ ഷിൻചാനെ, അവന് ചത്തില്ല. പിന്നുനിച്ച് എന്തായാലും അവനെ മേത്ത് കയറ്റി കൊല്ലാം. പിന്നെ കൊല്ലടാ. ഓക്കെ, അവരങ്ങനെ മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നമ്മളെ വഴിക്ക് പോവാം. ഭയങ്കര ചുമയൊക്കെ. അയ്യോ, എനിക്കെന്തല്ലാന്ന് നേരത്തെ കൊണ്ടപ്പം എന്തായാലും പോവാം. എന്നാലും ഷിൻചാനിക്ക് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യാം. അയ്യോ, നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിനെ എങ്ങനെയെങ്കിലും അറിയണം. നമ്മൾ ആത്മാവായി പോയി. നമ്മളെന്തായാലും നമ്മൾ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ പോകുന്ന എന്തായാലും നമുക്ക് നേരെ പോവാം. അവൻ വണ്ടി അടിച്ച് കയറ്റിക്കൊണ്ടേ എന്തായാലും ഫ്രാങ്ക്ലിനെ വീട്ടിൽ പോവാം. അങ്ങനെ ഫ്രാങ്ക്ലിൻ എൻ്റെ വീട്ടിലെത്തി. ഫ്രാങ്ക്ലിൻ എനിക്ക് എനിക്ക് എന്നെ തൊടാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ആത്മാവല്ലേ. ഞാൻ പറയുന്നതിനെ ആരും കേൾക്കൂല. ഇതിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇനി ഉറങ്ങുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഇനി വീഴും. എന്തെങ്കിലും സാധനം നമുക്ക് തള്ളിയിടേണ്ടി വരും. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഗിറ്റാറോ എന്തെങ്കിലും തള്ളിയിടാം. അല്ലാണ്ട് വേറെ വഴിയില്ലാടാ. തള്ളിയിടാ. ഓക്കെ. ഇതെന്തെന്നൊരു സൗണ്ട്? എന്തെങ്കിലാട്ടെ. എന്തായാലും നമ്മൾ ഷിൻചാൻ ഇവിടെ ഞാനിന്ന് ഷിൻചാൻ മരിക്കുന്ന പിന്നെ സ്വപ്നം കണ്ട് എന്തായാലും ചെയ്യുക. എന്തായാലും നേരെ നമുക്കെന്തായാലും ഷിൻചാൻ എത്തപ്പോൾ എന്തായാലും ടീച്ചറിനെ വിളിച്ചപ്പോൾ ചോദിക്കുക
ഷിൻജാൻ നടത്തി. ടീച്ചറെ ഷിൻജാൻ നടത്തിയോ? ഇല്ലടാ മോനെ, യെല്ലോ അലേർട്ട് അല്ലേ, പിന്നെ എങ്ങനെയാ സ്കൂളൊന്നും ഇല്ല പതിയാ. സ്കൂളില്ലേ? അപ്പം എങ്ങനെയാ? ഓക്കെ ടീച്ചറെ, താങ്ക് യു. ഓക്കെ മോനെ. അപ്പോൾ സ്കൂൾ അവധിയാന്നാ പറഞ്ഞേ. അയ്യോ അവനൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. എന്നാലും ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അവൻ നമ്മൾ കാത്തു വെക്കുന്നേക്കും. അവനവിടെ വന്നിട്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം. അയ്യോ അവിടെ നിന്ന് കാണുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലമല്ലേ അത് അടക്കുന്നത്? എന്താണ് സംഭവം? അയ്യോ ഷിൻജാനല്ലേ അവിടെ കിടക്കുന്ന, സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ. അയ്യോ ഷിൻജാൻ മരിച്ചോ? അയ്യോ എടാ ഷിൻജാൻ എന്നാടാ പറ്റി? ഇനീക്കടാ. എന്നാരോ വണ്ടി അടിച്ച് പിന്നെയും കേറ്റി കൊന്നു ഫ്രാങ്ക്ലിൻ അണ്ണ. അവനെ വെറുതെ വിടരുത്, പ്രതികാരം വീട്ടണം ഫ്രാങ്ക്ലിൻ അണ്ണ. അവനെ കൊല്ലണം. ഞാനിപ്പോൾ മരിച്ചോണ്ടിരിക്കാണ് ഫ്രാങ്ക്ലിൻ അണ്ണ. പ്ലീസ് ഫ്രാങ്ക്ലിൻ അണ്ണ, അവനെ കൊല്ലണം. ഓക്കെ ഷിൻജാനെ, നീ പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും ആംബുലൻസിനെ വേഗം വിളിക്കണം. അല്ലെങ്കിൽ പിന്നെ മരിച്ചു. നമുക്ക് നേരെ എന്താക്കാം, വേഗം പോയി ആംബുലൻസ് വിളിക്കാം. എന്തായാലും ചെയ്യുക. നമുക്ക് സങ്കടമായിട്ടുണ്ട് എൻ്റെ ഷിൻജാനെ. പിന്നെ ഒരു ആംബുലൻസ് ഇങ്ങോട്ട് വരുമോ? ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു. വണ്ടി ഇടിച്ച് ഒന്ന് വരുമോ? ഇപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ ഇതിനെ വിളിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഇപ്പം വരുന്ന പറഞ്ഞേ. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ എന്തെങ്കിലും ആരാണ് ഇടിച്ചതെന്ന് ആരോ വന്നിട്ട് ഇടിച്ച് കയറ്റുകയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് വേഗം പോയി അവൻ്റെ പ്രതികാരം വീട്ടണമെന്നാണ് പറഞ്ഞത്. ആരോ ഇടിച്ച് കൊന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും എൻ്റെ ഷിൻജാനെ ചെയ്തവനെ ഞാൻ വെറുതെ വിടൂല. ഇത് വണ്ടി ഇത് കണ്ടുപരിചയമുണ്ടല്ലോ. ഇവിടെ എന്താ ഈ വണ്ടിയാണ് മതി. ഈ വണ്ടിയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട ഗൈസ്. ഈ വണ്ടി വന്നിട്ട് ഒരാൾ ഇടിക്കുന്നതാണ്. ആരോ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഒരാളാണ് സ്വപ്നത്തിൽ കണ്ട്. അയാൾ തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് ഇവന് എന്തെങ്കിലും പാടുണ്ടോ? ഇത് ഇടിച്ച് തന്നെയാണ്. കണ്ടില്ലേ ഇതിൻ്റെ സ്ക്രാച്ച് ബോണറ്റ് എല്ലാം തന്നെ പോയിക്ക്. കണ്ടില്ലേ ബോണറ്റ് എല്ലാം പോയിക്കുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും എൻ്റെ ഷിൻജാനെ കൊന്നവനെ കൊല്ലുമെന്ന് വെച്ചാൽ കൊല്ലും. അവൻ്റെ ഞാൻ എന്തായാലും ട്രെവറിനെ വിളിച്ച് സിംഗണ്ണനെ വിളിച്ചിട്ട് പറയാം. എന്നിട്ട് ഇതാരാ വണ്ടിയെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് നോക്കിയിട്ട് വേണം നോക്കാൻ. എന്തായാലും നമുക്ക് വിളിക്കാം സിംഗണ്ണനെ. ഫ്രാങ്ക്ലിൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഷിൻജാൻ ഇതാക്കുന്നല്ലേ. ഷിൻജാനെ ഇതാക്കിയതന്നെ ഞാൻ വെറുതെ വിടൂല. സിംഗം തീപ്പൊരി സിംഗം. ആരാടാ അത് ഫ്രാങ്ക്ലിനെ? ഈ നമ്പർ ഈ വണ്ടി നമുക്ക് അറിയാമോ? കുട്ടികളെ പിടിച്ചോണ്ടാകുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെയാണല്ലേ. എന്തായാലും ഒന്ന് നോക്ക് സിംഗണ്ണ. ഓക്കെ മോനെ, ഇനി വെയിറ്റ്. ഞാൻ ഒന്ന് നമ്പർ പ്ലേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഷിൻജാനെ കൊന്നവൻ്റെ വണ്ടിയാണ് ഇത് എന്നാണ് ഫ്രാങ്ക്ലിൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. അയ്യോ ഇത് സ്ലെൻഡർമാൻ്റെ ഇതാണ് ഫ്രാങ്ക്ലിന്. സ്ലെൻഡർമാൻ്റെ എന്തായാലും അവനെ ഞാൻ തീർത്ത് കളയും. സ്ലെൻഡർമാനെ ഞാൻ ഇന്ന് കൊന്നാളി. എന്തായാലും നമുക്ക് ട്രെവറിനെ വിളിച്ച് കാര്യം പറയാം. ഞാൻ ഹോസ്പിറ്റലിൽ പോകണം. നമുക്ക് എന്തായാലും ഇപ്പോൾ ട്രെവറാണ് എൻ്റെ ഷിൻജാൻ ഇടിച്ച് കൊന്ന്. അയാൾ ആരാന്ന് ചോദിച്ചാൽ മറ്റേ സ്ലെൻഡർമാനില്ലേ, ഓനെൻ്റെ ഷിൻജാനെ വണ്ടിയും കൊണ്ട് കയറ്റി കൊന്ന് ട്രെവർ മാമ. എന്തായാലും അവൻ നമുക്ക് പ്രതികാരം പോയിട്ടുണ്ട്. ഇതൊക്കെ എന്തൊരു ചോദ്യമാണ്? അവനെ ഞാനിന്ന് കൊന്ന് കുഴിച്ചിടും. ഈ സ്റ്റാൻഡിൽ തന്നെയാണ് അവൻ്റെ വീട്. എന്തായാലും ഞാനും അവനെ കൊന്ന് കുഴിച്ചിടും, മൂട്ടും എല്ലാം ഞാൻ. എന്തായാലും ട്രെവർ മാമ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. എന്തായാലും ട്രെവർ മാമ ബാക്കി കാര്യം നോക്കിക്കോ. ഓക്കെ മോനെ, നീ വെയിറ്റ് ചെയ്യും. ഞാൻ എന്തായാലും പോവാം. അവൻ്റെ കാര്യം ഞാൻ ഇന്ന് തീർക്കും. സ്ലെൻഡർമാനല്ല, അവനെ കാണിച്ചു കൊടുക്കാം. എന്തായാലും നമുക്ക് നേരെ നമ്മളെ സ്വന്തം കൊമ്പനല്ല നമ്മളെ വണ്ടി എടുത്ത് പോകും. ആ സ്ലെൻഡർമാൻ എൻ്റെ ഷിൻജാനത്തെ തൊട്ടാണ് അവൻ്റെ വിനെ കൊന്നളി എല്ലാം. പിന്നെ നമ്മളെന്തായാലും അവനെ പ്രതികാരം വീട്ടും. എന്താണ്
നമ്മുടെ ഡൊമ്മിയായ നമ്മുടെ വണ്ടി എന്നെടുത്ത് പോവാ. അല്ല പിന്നെ നമ്മളവനെ വീട്ടും. ബോസ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്ത് ഷിൻചാനെ കൊന്ന്. പക്ഷേ എടാ അവൻ ശരിക്കും കൊന്നോടാ. ബോസ് ഞാൻ ശരിക്കും കൊന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവന് ഇച്ചിരി ജീവൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ജീവൻ ബാക്കിയുണ്ട്. മര്യാദയ്ക്ക് അവനെ കൊന്നു. അവനത് ജീവിച്ചിട്ട് ഞാൻ പിന്നെന്തായാലും എനിക്ക് പൈസ തന്നെ. ബോസ് അത് ഞാൻ സെറ്റാക്കാം. അടുത്ത വർഷം ഞാൻ പിന്നെ കൊന്നോളാം. അവനെ മാത്രം കൊന്നപ്പോൾ ആ ഫ്രാങ്ക്ലിനെ കൊല്ലണം എന്ന് പറഞ്ഞില്ലേ, ആ ഫ്രാങ്ക്ലിനും ഷിൻചാനെ ഒരുമിച്ച് ആ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലണം. അതാണ് എൻ്റെ ജോലി. അത് ചെയ്തിട്ടില്ലെങ്കിൽ അറിയാലോ, അതിന് പൈസ ഒന്നും തരൂല. പൈസ തരൂലെന്ന് വെച്ചാൽ തരൂല. വേഗം പോയത് ചെയ്തോ ബോസ്. അതിനെ സെറ്റാക്കാം ബോസ്. ഓക്കെ. നമ്മുടെ ഷിൻചാനല്ലേ ആക്കുന്നത്. അയ്യോ ഷിൻചാനോ അല്ല പിഞ്ചാനോ. എൻ്റെ പിഞ്ചാൻ എന്തിനാ നമ്മൾ ഫ്രാങ്ക്ലിനെ ഷിൻചാനെയൊക്കെ കൊല്ലുന്നത്? എന്താന്ന് അറിയൂടാ. നമുക്ക് പിന്നെ പിഞ്ചാനെ കൊല്ലണോ അല്ലെ സ്ലെൻഡറിനെ കൊല്ലണോ, അല്ലെങ്കിൽ രണ്ടാളെയും കൊല്ലണോ? ഫുൾ കൺഫ്യൂഷനാണല്ലോ. എന്തായാലും ഇപ്പം ചെയ്യുക. നിങ്ങൾ പറ, ഷിൻചാനെ കൊല്ലണോ അല്ലെങ്കിൽ സ്ലെൻഡർമാനെ കൊല്ലണോ? അല്ലെ അവർ രണ്ടാളും എങ്ങനെ? സ്ലെൻഡർമാനെ കൊല്ലുന്നതാണ് ഷിൻചാന് ഇതാവും, പിന്നെ ഷിൻചാനെ കൊല്ലുന്നതാണ് ഇതാവും. ഫ്രാങ്ക്ലിനാണ് ഇപ്പോൾ വിളിച്ചറിയിക്കാനും പറ്റൂല. അവൻ ആദ്യം തന്ന ടെൻഷനിലുള്ള. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു പിടിയില്ലല്ലോ. അയ്യോ ഇത് വലിയ പണിയാണല്ലോ. നിങ്ങളെന്ന് പറ. ഓക്കെ, ആരെയാ കൊല്ലണ്ടേന്ന്? എടാ വേഗം പോയി കൊല്ലടാ. ഞാനല്ലേ പറഞ്ഞു മര്യാദയ്ക്ക് പോയി ഷിൻചാനും മറ്റേ ഫ്രാങ്ക്ലിനും കൊന്നു. പിന്നെ ഇതെന്താ ഹോസ്പിറ്റലിൽ ഒന്ന് തീ ഇട്ടാളാ. ഓക്കെ ബോസേ. ഇവരെന്തെന്നാണ് ഇങ്ങനെ പറയുന്നത്? എടാ ഇവന്മാർക്ക് എന്തിനാണ് നമ്മള് ഷിൻചാനെ കൊല്ലുന്നത്? എന്തായാലും നിങ്ങൾ പറ എന്നാലും നമുക്ക് എന്തായാലും നിങ്ങൾ പറഞ്ഞെന്ന് ഞാൻ അതുവരെ ഇവിടെ കാത്തിക്കാം. എന്തായാലും നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് ആരെയാ കൊല്ലണ്ടേന്ന് നിങ്ങൾ പറ. എന്നിട്ട് ഞാൻ ഈ ഭാഗത്തുനിന്ന് കാത്തിക്കാം. ടാറ്റാ.